നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് ഇന്ന് എന്ത് സംഭവിച്ചു സ്വർണ്ണവിലക്ക് എന്ന് പറയാം. കാരണം പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട്. ഇന്ന് പവന് 160 രൂപ കൂടി 36,880 രൂപ ആയി മാറി. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സ്വർണ്ണവില കുത്തനെ ഉയർന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്കിൽ ഇന്ന് സ്വർണ്ണവിലക്ക് എതിർദിശയിലാണ് ചലനം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. സ്വർണ്ണവില രാവിലെ തന്നെ ഒരു ഇടിവാണ് കാണിച്ചിരുന്നത്. അത് വളരെ ചെറിയ പോയിൻ്റുകളായിരുന്നു ആ ഇടിവ് കാണിച്ചിരുന്നത്. പിന്നീട് അത് ന്യൂട്രൽ അവസ്ഥയ്ക്ക് വന്നു. എന്നിട്ട് ഒരു ഉച്ചവരെയും ഒരു ചെറിയ ഒരു ഇടിവിലും ഇടയ്ക്കൊന്ന് മുകളിലോട്ട് കയറിയും ഒക്കെ നിന്നു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു വരുന്നത് നാളെ എങ്ങനെ സ്വർണ്ണവില കുറയാൻ പോകുന്നു എന്നുള്ളതിനെ വിശദീകരിക്കാനാണ് പോകുന്നത്. അതിൽ തന്നെ വിലയിൽ മാറ്റം വരാതിരിക്കാനുള്ള ഒരു ചാൻസും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് വില കുറയുന്നു അല്ലെങ്കിൽ വില കൂടുന്നു, വിലയിൽ മാറ്റം ഉണ്ടാവുന്നില്ല നാളെ എന്നുള്ളത് പറയൽ ഇന്ത്യൻ റിയലിൻ്റെ ഒരു ബാധ്യതയാണ്. കാരണം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് കമൻറ്റുകളിലൂടെ, എന്തുകൊണ്ട് കുറയുന്നു, എന്താണ് കാരണം, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കുന്നു. വെറുതെ പറയുകയല്ലേ, പുളുവടിക്കാതെ പോടാ, അങ്ങനത്തെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വിശദീകരിക്കാൻ കൂടിയാണ് ഞാൻ അത് പറയുന്നത്. പിന്നെ ഫോർകാസ്റ്റിൽ എന്തെങ്കിലും പേവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില ചെറുതായിട്ട് കൂടിയും കുറഞ്ഞും അങ്ങനെ നിന്നു. അതായത് ഒരു വലിയ മാറ്റത്തിലേക്ക് പോയില്ല, ഉയർന്ന് പൊങ്ങിയിട്ടുമില്ല, പറ്റെ താഴ്ന്നു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോർകാസ്റ്റിംഗ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നാളെ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന് പറയുന്നത്. ഇടയ്ക്ക് മുകളിലേക്കും ഇടയ്ക്ക് താഴോട്ടും പോവും. അതുകൊണ്ട് തന്നെ വലിയ മാറ്റം വരാത്തത് കൊണ്ട് ഇന്ത്യൻ റിയൽ പറഞ്ഞിരുന്നത് ഇതേ അവസ്ഥ രാത്രി സമയം വരെ തുടരുകയാണെങ്കിൽ വിലയിൽ മാറ്റമില്ല എന്നുള്ള ഒരു തീരുമാനമായിരിക്കും നാളെ ജ്വല്ലേഴ്സ് അസോസിയേഷൻ മിക്കവാറും എടുക്കുക എന്നുള്ളത്. ഒരു 6 മണി സമയം 7 മണി സമയത്തും ഇതേ അവസ്ഥ തന്നെ തുടർന്നു. ഒരു ചെറിയ ഒരു പോയിന്റുകൾ പറഞ്ഞാൽ 1-2 US ഡോളറുകളുടെ മാറ്റത്തിൽ കുറഞ്ഞു നിന്നു. പക്ഷേ ഒരു 9 മണി സമയം ആയതോടുകൂടി സ്വർണ്ണവിലയിൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 8 മണിക്ക് ചെയ്യാറുണ്ടായിരുന്നു വീഡിയോ. ഇനി ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് മാറ്റിവെച്ചു. അതുകൊണ്ട് ഫോർകാസ്റ്റിംഗ് തെറ്റാൻ പോകുന്നില്ല, മറ്റേത് തെറ്റിപ്പോയാനെ പറഞ്ഞത്. ഒരു 9 മണിക്ക് ശേഷം, ഒരു 9 മണിയോടടുത്ത് സ്വർണ്ണവില വൻ ഇടിവ് വന്നു. വൻ ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ അപേക്ഷിച്ച് നോക്കിയിട്ടാണ്. വൻ ഇടിവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇടിവ് തന്നെ. ഇന്ത്യൻ റിയൽ മുഴുവൻ ആത്മവിശ്വാസത്തോടെ ഫസ്റ്റ് ലൈൻ വെച്ച് തന്നെ കാച്ചി തുടങ്ങും. നാളെ തകർന്ന് തരിപ്പണമായി, നാളെ എന്തായാലും കുറയും എന്നുള്ള രീതിയിലാണ് പറയുക. പക്ഷേ ഇന്നത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് താഴോട്ട് പോയി. അത് തിരിച്ച് ന്യൂട്രലിലേക്ക് വരാൻ സാധ്യതയില്ല എന്നൊന്നും പറയുന്നില്ല. അത് അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ റിയൽ പറയും. പക്ഷേ ഒരു നാളെ വില കുറയും എന്ന് പറയാൻ ഒരു ചെറിയ ആത്മവിശ്വാസം വരുത്തുന്ന ഒരു സംഖ്യ തന്നെയാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ റിയൽ പറയുന്നത് നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ കുറവുണ്ടാവും, ഒരു നേരിയ കുറവ് ഉണ്ടാവും. അത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ കുറച്ച് സമയം കൂടിയുണ്ട്. അതിൽ ആ സമയത്ത് കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറവ് തന്നെ ഉണ്ടാവും. അത് ഇന്ത്യൻ റിയൽ ഡിസ്ക്രിപ്ഷനിൽ വിശദീകരിച്ച് പറയും. ഓരോ സമയത്തിന് അപ്ഡേറ്റ് ആയിട്ട്, അത് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ശരി, ഡിസ്ക്രിപ്ഷനിൽ കുറയുമോ കൂടുമോ ഉള്ളത് പറയും. എന്തായാലും ഈ പോക്ക് കണ്ടിട്ട് നാളെ കുറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഏറി വന്നാൽ വിലയിൽ മാറ്റമില്ലാത്തൊരവസ്ഥ വരുള്ളൂ. കൂടാൻ നാളെ സാധ്യത കുറവാണ്. എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റിയൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റുകളിലോ ആയിട്ട് അത് വിശദീകരിച്ച് വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. ഇനി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ വരും മാസങ്ങളിലേക്കും ഒക്കെ ഒരു ചെറിയ ഐഡിയ കിട്ടും, സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടുകൾക്കും 1000 നന്ദി അറിയിക്കുന്നു. ഇതോടുകൂടി
ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ഫോർകാസ്റ്റിങ്ങുകൾ തെറ്റും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പെട്ടെന്ന് എന്താ പറയുക ഒരു മാറ്റമാണ് ഉണ്ടായത് 8 മണിയുടെ 9 മണിക്ക് ഇടയിൽ. അതുപോലെ ഉള്ള അത് നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ജോലികളിലൊക്കെ ആയിട്ട് ബിസി ആയിട്ട് അത് നോട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾ ചിലപ്പോൾ അറിയിക്കാൻ കഴിയില്ല. എന്നാലും ഒരുവിധം ഇന്ത്യൻ റെയിലിൻ്റെ എല്ലാവിധ ഫോർകാസ്റ്റിങ്ങുകളും നോക്കിയാൽ മനസ്സിലാക്കും. ഒരു അടുത്തൊന്നും തെറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്ത്യൻ റിയൽ പൂർണ്ണമായിട്ടും ഇത് നമ്മുടെ കയ്യിലല്ല. കാര്യങ്ങളും ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നതും വാങ്ങുന്നതിനും ഒക്കെ. ഇന്ന് ഡോളറിന് എതിരെ ഗോൾഡ് ഒന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേട്ടോ, 0.7 സംതിങ്%. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അത് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലേഴ്സ് എന്താ പറയുക അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. അതും കൂടി ഞാൻ പറയുകയാണ് ഇതിൻ്റെ കൂടെ. എനിവേ എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും വീഡിയോ കാണുന്നതിനും എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.